ഹായ് ഹലോ നമസ്കാരം, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിപ്റ്റോ കറൻസിയെ പറ്റിയാണ്. ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ മലയാളത്തിലായ തന്നെ ഒരുപാട് ആൾക്കാർ ക്രിപ്റ്റോ കറൻസിയെ പറ്റി വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് ആയാലും ഇൻവെസ്റ്റിംഗ് ആയിട്ടും അതുമായി ട്രേഡ് ചെയ്തിട്ട് കുറേ ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു ഇടയായിട്ട് ക്രിപ്റ്റോ കറൻസിക്ക് ഇത്രമാത്രം പോപ്പുലാരിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാരണങ്ങൾ പറയാനുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാരണം എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ ആണ്. നമ്മളോട് ആരോടൊരു ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ഉദാഹരണം ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയുന്നത് ബിറ്റ് കോയിൻ്റെ പേരാണ്. വളരെ റീസെൻ്റായിട്ട് നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിച്ചിട്ടുള്ള ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് എലോൺ മസ്ക് ട്വിറ്ററിൽ ബിറ്റ് കോയിനെ പറ്റി ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു ട്വിറ്റിട്ട സമയത്ത് ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഓൾ ടൈം ഹൈയിലേക്ക് എത്തിയത് നമുക്ക് കാണാൻ സാധിച്ചു. ആ ഒരു ടൈമിന് തൊട്ട് മുമ്പായിരുന്നു ഞാൻ ബിറ്റ് കോയിനിൽ കുറച്ച് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്വിറ്റിന് ശേഷം ഓൾമോസ്റ്റ് 3x റിട്ടേൺസ് ആണ് എനിക്ക് ബിറ്റ് കോയിനിൽ നിന്ന് കിട്ടിയത്. അപ്പം ബിറ്റ് കോയിൻ ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ട് പല ആൾക്കാർക്കും തോന്നി തുടങ്ങിയിരിക്കുന്നു. 2011 ഒരു ബിറ്റ് കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് $1 ആയിരുന്നു. അന്ന് ഇന്ത്യൻ റുപ്പീസിലേക്ക് $1 കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 44 രൂപയായിരുന്നു ഏകദേശം. അപ്പോൾ അന്ന് ഒരു 200 രൂപ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്കൊരു 4-5 ക്രിപ്റ്റോ കറൻസി വാങ്ങി വെക്കാമായിരുന്നു. ഇന്ന് 10 വർഷങ്ങൾക്ക് ശേഷം ഒരു ബിറ്റ് കോയിൻ്റെ വില എന്ന് പറയുന്നത് 40 ലക്ഷത്തിന് മുകളിലാണ്. അതായത് അന്ന് 200 രൂപ കൊടുത്ത് ബിറ്റ് കോയിൻ വാങ്ങിയവരെല്ലാം ഇന്ന് കോടീശ്വരന്മാരാണ്. അതാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ ഒരു മാജിക് എന്ന് പറയുന്നത്. അത് എല്ലാ കോയിൻസും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, എന്നാലും ഒന്ന് പറഞ്ഞെന്ന് മാത്രം. ചിലപ്പോൾ ഇന്ന് അല്ലെങ്കിൽ നാളെയൊക്കെ ലോഞ്ച് ചെയ്യുന്ന ഇതേപോലുള്ള ഏതെങ്കിലുമൊക്കെ കോയിൻസ് ചിലപ്പോൾ ഒരു 10 വർഷങ്ങൾക്ക് ശേഷം ബിറ്റ് കോയിൻ പോലെ പെർഫോം ചെയ്യുന്നില്ല എന്ന് ആര് കണ്ടു? പല രാജ്യങ്ങളും ബിറ്റ് കോയിൻസ് വെച്ചിട്ട് സ്ഥാനങ്ങൾ വാങ്ങാം വിൽക്കാം എന്നുള്ള രീതിയിൽ വരെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ സംസാരിക്കാം. അതുമായിട്ട് എന്താണ് ക്രിപ്റ്റോ കറൻസി? ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് 2 വേർഡിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ളൊരു വേർഡാണ്. ഒന്ന് ക്രിപ്റ്റോഗ്രഫി, മറ്റത് കറൻസി. കറൻസി എല്ലാവർക്കും അറിയാമല്ലോ എന്താണെന്നുള്ളത്. ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻഡറിനും ഒരു റിസീവറിനും മാത്രം വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഡേറ്റയെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നമ്മൾ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു സിമ്പിൾ ഫോമിൽ ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ ഫോം ഓഫ് മണി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾക്ക് എടുക്കാൻ സാധിക്കാത്ത, ഓൺലൈനിലൂടെ മാത്രം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു തരം പൈസയെ നമുക്ക് ക്രിപ്റ്റോ കറൻസി എന്ന് പറയാം. ഈ ക്രിപ്റ്റോ കറൻസി ട്രാൻസ്ഫർ ചെയ്യുന്നത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇനി എന്താണ് ബ്ലോക്ക് ചെയിൻ? ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ അതിനെ നമുക്കൊരു 2 വേർഡായി ഡിവൈഡ് ചെയ്യാം, ബ്ലോക്ക് അതേപോലെ തന്നെ ചെയിൻ. ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എ എന്ന് പറയുന്ന ഒരാൾ ബി എന്ന് പറയുന്ന ഒരാൾക്ക് പൈസ സെൻഡ് ചെയ്യുകയാണ്. ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോക്സ് ആണ്. ആ ഒരു ബോക്സിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നു. എക്സ് എന്ന് പറയുന്ന ഒരാൾ വൈയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ഇൻഫർമേഷൻ ഈ ഒരു ബോക്സിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ കുറേ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് ഇത് ഫില്ലാവുന്ന സമയത്ത് ആ ഒരു ബോക്സ് ക്ലോസ് ആവുന്നു. ഇനി അടുത്തൊരു ബോക്സ് വരും. ബോക്സ് എന്ന് പറഞ്ഞാൽ ബ്ലോക്കാണ്. അപ്പം ഇനിയും കുറേ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ആ ട്രാൻസാക്ഷൻസൊക്കെ ഈ ഒരു ബോക്സിൽ സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ ഈ 2 ബോക്സ് തമ്മിൽ അല്ലെങ്കിൽ ഈ 2 ബ്ലോക്ക് തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടൊരു ചെയിൻ വരുന്നു. ഇതിനെ നമുക്ക് ബ്ലോക്ക് ചെയിൻ എന്ന് പറയാം. ഇങ്ങനെയാണ് ഈ ഒരു ബ്ലോക്ക് ചെയിൻ വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ പല ബ്ലോക്കുകൾ കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബ്ലോക്ക് ചെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഈ ട്രാൻസാക്ഷൻസ് ആര് തമ്മിൽ നടക്കും എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. അത് തന്നെയാണ് ബിറ്റ് കോയിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പല ആൾക്കാരും ഡാർക്ക് വെബിലും അതേപോലെ തന്നെ പല ഇല്ലീഗൽ ആക്ടിവിറ്റീസിനും ബിറ്റ് കോയിൻ യൂസ് ചെയ്യാനുള്ള കാരണവും ഇത് തന്നെയാണ്. ഇനി ബിറ്റ് കോയിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്നും പുറത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് കുറച്ച് പൈസ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നേരെ നമ്മൾ ബാങ്കിലേക്ക് പോകും. ബാങ്കിൽ പോയ ശേഷം അവിടെ നമ്മളെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പൈസ അടയ്ക്കുമ്പോൾ ഈ ബാങ്ക് തന്നെ ആ ഒരു കറൻസി കൺവേർഷനൊക്കെ നടത്തിയിട്ട് ആ ഒരു രാജ്യത്തേക്ക് പൈസ അയക്കും. പക്ഷേ ബിറ്റ് കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ബിറ്റ് കോയിൻ ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു കൺട്രിയിലേക്കും അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ വളരെ കുറച്ച് ടൈം കൊണ്ട് നമുക്ക് അടയ്ക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ബിറ്റ് കോയിന് കൊടുക്കേണ്ട. അതേപോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് എത്തിക്കാൻ സാധിക്കും. ഈ നെഗറ്റീവ് ഉള്ളതെന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നീടുള്ളൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ച് റിട്രീവ് ചെയ്തെടുക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. ഇനി ഏറ്റവും വലിയൊരു ചോദ്യം വരുന്നത് ഇന്ത്യയിലെ ബിറ്റ് കോയിൻ ലീഗലാണോ എന്നുള്ളതാണ്. നമ്മൾക്ക് നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് 2 രീതിയിലുള്ള ആൻസർ നമുക്ക് കാണാൻ സാധിക്കും. പലയിടത്തായിട്ട് ഇല്ലീഗൽ എന്ന് കിടക്കുന്ന കാണാൻ സാധിക്കും, ചിലയിടത്ത് ലീഗൽ എന്നും കാണിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു സമയത്ത് ഇന്ത്യയിൽ ബിറ്റ് കോയിൻ ലീഗലാണ്.
2018 ഏപ്രിൽ 6 ബിറ്റ് കോയിൻ ബാൻ ചെയ്തുകൊണ്ടൊരു ന്യൂസ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. 2018 അവസാനത്തോടുകൂടി തന്നെ ഈ ഒരു ലോ എടുത്ത് കളയുകയും ചെയ്തു. അതുമുതൽ ബിറ്റ് കോയിൻ നമുക്ക് ഇന്ത്യയിൽ വാങ്ങാനും വിൽക്കാനും സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് പലയിടത്തായിട്ട് കാണാൻ സാധിക്കും ബിറ്റ് കോയിൻ ഈസ് ആൻ ഇല്ലീഗൽ ടെൻഡർ ഓഫ് മണി എന്ന് കാണാൻ സാധിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ പല രാജ്യങ്ങളിലും നമുക്ക് ബിറ്റ് കോയിൻ കൊടുത്തുകൊണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇന്ത്യയിൽ ഇതുവരെ അങ്ങനെ ഒരു നിയമം വന്നിട്ടില്ല. ഇന്ത്യയിൽ ബിറ്റ് കോയിൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ സാധിക്കത്തില്ല. അതാണ് ഈ ഇല്ലീഗൽ ടെൻഡർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ബിറ്റ് കോയിൻ എന്ന് പറയുന്നുണ്ട്, ഞാൻ ക്രിപ്റ്റോ കറൻസിയാണ് ഉദ്ദേശിച്ചത്. എന്നാൽ നമുക്കിപ്പോൾ ബിറ്റ് കോയിനെ പറ്റി തന്നെ പറയാം. പലപ്പോഴും നമ്മൾ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുമ്പോൾ തന്നെ ബിറ്റ് കോയിൻ ആണ് വായിൽ വരുന്നത്. കാരണം എല്ലാവർക്കും അറിയാവുന്ന കോയിൻ അതൊക്കെ തന്നെ. ബിറ്റ് കോയിൻ മാത്രമല്ല, ഒരുപാട് കോയിൻസ് ഉണ്ട്. വളരെ റീസെൻ്റ് ആയിട്ട് കോയിൻസ് എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് പോപ്പുലറായി. ഓൾമോസ്റ്റ് 2 months കൊണ്ട് തന്നെ ഭയങ്കരമായ റിട്ടേൺസ് വന്നിട്ടുള്ള ഒരു കോയിനാണത്. നമുക്ക് കുറച്ച് ബിറ്റ് കോയിനെ പറ്റി പറയാം. 2008 ബിറ്റ് കോയിൻ ആദ്യമായിട്ട് അനൗൺസ് ചെയ്യുന്നത്. 2009 ബിറ്റ് കോയിൻ ലോഞ്ച് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ബിറ്റ് കോയിൻ ഓൾമോസ്റ്റ് 2011 ആയപ്പോഴത്തേക്ക് $1 ആയിരുന്നു പ്രൈസിങ്. ഇന്ന് ഓൾമോസ്റ്റ് 42 ലക്ഷത്തിന് അകത്ത് എത്തിയിട്ടുണ്ട് ആ ഒരു പ്രൈസിങ്. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ബിറ്റ് കോയിന് പ്രൈസ് വേരിയേഷൻസ് വരുന്നത്? സിമ്പിളാണ്. ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. ഓൾമോസ്റ്റ് 21 മില്യൺ ബിറ്റ് കോയിൻസ് ആണ് ഉള്ളത്. അതിൽ ഓൾമോസ്റ്റ് 18 മില്യൺ ബിറ്റ് കോയിൻസ് നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് വർക്ക് ചെയ്യുന്നത്. അതായത് പ്രൈസ് ലോയിൽ കിട്ടുന്ന സമയത്ത് ആൾക്കാർ വാങ്ങുന്നു, പ്രൈസ് കൂടുന്ന സമയത്ത് ആൾക്കാർ അത് സെല്ല് ചെയ്യുന്നു. അതാണ് ഈ ഒരു പ്രൈസ് വേരിയേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇൻവെസ്റ്റിങ്ങിനെ പറ്റി പറയുന്ന സമയത്ത് ഈ ബിറ്റ് കോയിൻ പോലുള്ള കോയിൻസ് എന്ന് പറയുന്നത് ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ഒരു കോയിനാണ്. ഇപ്പോൾ ബിറ്റ് കോയിൻ്റെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ 2017 ഡിസംബറിൽ ഏകദേശം $19,000 ആയിരുന്നു ബിറ്റ് കോയിൻ്റെ പ്രൈസ് വരുന്നത്. അത് 2020 മാർച്ച് ആയ സമയത്ത് $4,000 എത്തി. വളരെ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം, ഒരുപാട് കുറഞ്ഞു. ആൻഡ് ഇപ്പോൾ അത് ട്രേഡ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് $40,000 മുകളിലാണ്. അത്രയും വോളറ്റിലിറ്റി ഉള്ളൊരു സാധനമാണ് ഈ ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് സ്റ്റഡി നടത്തിയ ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി ഷോർട്ട് ടേം ട്രേഡൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ചാർട്ട് പാറ്റേൺസ് ഒക്കെ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് വെച്ച് മാത്രം ചെയ്യുക. അപ്പോൾ ഷോർട്ട് ടേം ട്രേഡൊക്കെ ചെയ്യാനുള്ളവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വാസിറെക്സ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം. വാസിറെക്സ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആയിട്ടുള്ള ബിനാൻസ് ഏറ്റെടുത്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വാസിറെക്സ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്രിപ്റ്റോ ട്രേഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് വാസിറെക്സ്. അതേപോലെ തന്നെ കോയിൻസ്വിച്ച് കുബേർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിലൊരു ഓഫർ ഉണ്ട്. അതും ഈ ബിനാൻസ് ഫണ്ട് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതിൽ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരാളെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 ബിറ്റ് കോയിൻസ് കിട്ടും. 50 ബിറ്റ് കോയിൻസ് അല്ല, 50 രൂപയുടെ ബിറ്റ് കോയിൻസ് കിട്ടും. അതേപോലെ തന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 50 രൂപയുടെ ബിറ്റ് കോയിന് കിട്ടുന്നതാണ്. അപ്പോൾ ബിറ്റ് കോയിനെ പറ്റി ഇത്ര മാത്രം. ഇൻവെസ്റ്റ് ചെയ്യുന്നവരും ട്രേഡ് ചെയ്യുന്നവരൊക്കെ നിങ്ങൾ വൃത്തിയായിട്ട് ബിറ്റ് കോയിനെ പറ്റി പഠിച്ച ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നീട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ഫണ്ട് കംപ്ലീറ്റ് കൊണ്ടുവന്ന ഒരു കാരണവശാലും ബിറ്റ് കോയിനിൽ ഇടരുത്. നിങ്ങൾക്ക് ലോസ് വന്നാൽ പ്രശ്നമില്ല എന്ന് തോന്നുന്ന കുറച്ച് ഫണ്ടുകൾ മാത്രം നിങ്ങൾ ബിറ്റ് കോയിനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് ബിറ്റ് കോയിൻ, ഇതേറിയം കോയിൻ പോലുള്ള കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ മാക്സിമം എമൗണ്ട്, അതായത് നിങ്ങൾ ഒരു 100 രൂപയും കണ്ടാണ് വരുന്നതെങ്കിൽ അതിൽ 70 രൂപ, അതായത് നിങ്ങളുടെ എത്രയാണോ ഫണ്ട് അതിൻ്റെ ഒരു 70% ഇതേപോലെ എസ്റ്റാബ്ലിഷ്ഡ് കോയിൻസിൽ ഇടുക. ബാക്കിയുള്ളത് നിങ്ങളുടെ ചെറിയ ചെറിയ കോയിൻസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്ന വിഷയം തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ